സൂചിപ്പിക്കുന്നതുപോലെ തന്നെ കാക്കി പാൻസും ഷർട്ടും ബെൽറ്റും തൊപ്പിയും അണിഞ്ഞ പോലീസ് വേഷത്തിലാണ് തെയ്യം അരങ്ങിലെത്തുന്നത്. പടന്നക്കാട് പാനൂക്കാവിലാണ് തെയ്യാട്ടത്തിന്റെ അപൂർവ കാഴ്ചയൊരുക്കുന്ന പോലീസ് തെയ്യം കെട്ടിയാടുന്നത്. മുഖത്തെഴുത്തുള്ളത് കൊണ്ട് മാത്രമാണ് തെയ്യക്കോലമാണെന്ന് മനസ്സിലാവുക. ഒരു സിവിൽ പോലീസ് ഓഫീസറുടെ ജോലിയെല്ലാം ഈ തെയ്യം ചെയ്യും. ആളുകളുടെ തിരക്ക് നിയന്ത്രിക്കും, വിസിൽ മുഴക്കി മുന്നറിയിപ്പ് നൽകും, നിയമലംഘകർക്ക് തമാശ രൂപത്തിലെങ്കിലും പിഴയിടും. ഉഗ്രമൂർത്തിയായ കരിഞ്ചാമുണ്ടിയുടെ അംഗരക്ഷകനായി അറിയപ്പെടുന്ന പോലീസ് തെയ്യം കരിഞ്ചാമുണ്ടിയുടെ പുറപ്പാട് സമയത്താണ് അരങ്ങിലെത്തി നിയന്ത്രണങ്ങൾ ഏറ്റെടുക്കുന്നത്. ചെണ്ടമേളം ഉയർന്നപ്പോൾ ഡ്യൂട്ടിയിലേർപ്പെട്ട സിവിൽ പോലീസ് ഓഫീസറുടെ ഗൗരവത്തോടെ കാക്കിയും തൊപ്പിയും അണിഞ്ഞ പോലീസ് തെയ്യം ദേവസ്ഥാനത്തിന്റെ തിരുമുറ്റത്തെത്തി. തിരക്കേറിയ സമയത്ത് പോലീസ് തെയ്യം ഭക്തരോട് മാറി നിൽക്കുവാനുള്ള നിർദ്ദേശങ്ങൾ നൽകി. ലാത്തിയും മരത്തിൽ തീർത്ത തോക്കുമാണ് പോലീസ് തെയ്യത്തിന്റെ ആയുധം. വെള്ളി തലപ്പാളി അണിയുന്നത് തൊപ്പിക്ക് മുകളിലാണ്. ഭക്തിവിശ്വാസങ്ങൾക്കൊപ്പം തെയ്യാട്ടത്തിലെ അപൂർവ കാഴ്ചയാണിത്. പാനൂക്കാവിലെ കാരണവർ പോലീസ് തെയ്യത്തിന്റെ ഐതിഹ്യം വിശദമാക്കി. അവിടെ കല്യാണത്തെ കോരം കെട്ടിയാണുണ്ടായി. കല്യാണത്തെ ഈ അമ്മാവന്റെ അച്ഛൻ്റെ അമ്മാവൻ സുഖാണ്ടി പോയി. കല്യാണം എന്റെ തറവാട്ടിൽ കെട്ടിയടിക്കാൻ കഴിഞ്ഞ 2 മണി കെട്ടിയടിക്കുമ്പോ കല്യാണം ഇന്ന് പോയിക്കോ, ഞാൻ കൂടെ ഉണ്ട്. അപ്പൊ അമ്മാവന് കിട്ടി വെള്ളമായിട്ട് ബൈക്ക് കഴിക്കാൻ വേണ്ടി കിട്ടി വെള്ളമായിട്ട് വരുമ്പോൾ ബൈക്കിൽ പോലീസിൽ ആൾ നടക്കുന്നു. അതിലാൾ നടക്കുന്ന സമയത്ത് ഒരു പോലീസുകാരൻ വെട്ടായിട്ട് വെച്ചു. വെച്ച സമയത്ത് ഈ അമ്മാവനാക്കി ഈ കാറിന്റെ വണ്ടിയിൽ പോലീസുകാർ വണ്ടിയിൽ വെള്ളം കൊടുത്തു. വെള്ളം കൊടുത്തവരാണ് പോലീസുകാരൻ ക്ലോസായി. ഈ പോലീസുകാരൻ ഈ തെയ്യത്തിന്റെ കൂടെ തന്നെ വന്നു. അത് തെയ്യക്കോടായിട്ട് മാറി. ക്ഷേത്രസ്ഥാനികരിൽ നിന്ന് അരിയും കുറിയും സ്വീകരിച്ച് ക്ഷേത്ര പ്രദക്ഷിണം നടത്തിയാണ് യൂണിഫോമിൽ തെയ്യം അരങ്ങിലെത്തുക. പടന്നക്കാട് പാനൂർക്കാവിൽ മാത്രമാണ് ഈ തെയ്യം കെട്ടിയാടുന്നത്. ന്യൂസ് ബ്യൂറോ, നീലേശ്വരം.